മധുര വെറുമൊരു തീർത്ഥാടന സ്ഥലം മാത്രമല്ല, മധുരയിൽ ഒരു ദിവസം ചെലവഴിക്കുമ്പോൾ ഇവിടുത്തെ കാഴ്ചകൾ നമുക്ക് സമ്മാനിക്കുന്നത് തമിഴിന്റെ ചരിത്രവും സംസ്കാരവും പകർന്നു നൽകുന്ന ഒരു വേറിട്ട അനുഭവമാണ്. ഇന്ന് മധുരയിലെ രണ്ടാമത്തെ ദിവസം. സമയം വെളുപ്പിനെ 5:45. പ്രഭാത കാഴ്ചകൾ കാണാനുള്ള ഒരുക്കത്തിലാണ്. വണ്ടിയുമായി രാവിലെ തന്നെ ഇറങ്ങി. എങ്ങോട്ടാണെന്ന് പ്രത്യേകിച്ച് ലക്ഷ്യങ്ങളൊന്നുമില്ല. പോകുന്ന വഴിക്ക് മനോഹരമായ ഒരു സൂര്യോദയം കണ്ടപ്പോൾ വണ്ടി ഒന്ന് സൈഡാക്കി. പ്രകൃതി അതിന്റെ മുഴുവൻ മഹത്വത്തോടും കൂടി ഒരു പുതിയ ദിവസത്തെ സ്വാഗതം ചെയ്യുന്ന നിമിഷം. അങ്ങനെ സൂര്യോദയവും കണ്ട് നേരെ ഒരു മാർക്കറ്റിലേക്കാണ് പോയത്. 6:30 ആയപ്പോൾ തന്നെ ഇവിടുത്തെ നിത്യോപയോഗ സാധനങ്ങളുടെ മാർക്കറ്റ് സജീവമായിരിക്കുന്നു. അതും ഇത്രയും നേരത്തെ തന്നെ. ഈ ഒരു സമയത്ത് കച്ചവടം ആരംഭിക്കണമെങ്കിൽ ഇവർ എത്രയോ നേരത്തെ തന്നെ ഇതിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങിയിരിക്കണം. അല്ലെങ്കിൽ തന്നെ തമിഴ്നാട്ടിലെ ജനങ്ങളുടെ അധ്വാനത്തിന്റെയും ആത്മാർത്ഥതയുടെയും മികവ് എടുത്തു പറയേണ്ടതില്ലല്ലോ. ഇങ്ങോട്ടേക്ക് കച്ചവടത്തിനായി കൊണ്ടുവരുന്ന സാധനങ്ങളെല്ലാം തലച്ചുമടായിട്ടാണ് എത്തിക്കുന്നത്. എല്ലാം ചെറുകിട കച്ചവടങ്ങൾ. കച്ചവടക്കാരിൽ കൂടുതലും പ്രായമായ സ്ത്രീകളാണ്. സാധനങ്ങൾക്കൊക്കെ നാട്ടിലെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നല്ല വിലക്കുറവ്. ഇവിടെ കണ്ട ഒരു ചെറിയ കച്ചവടമാണ്. ഇവരിതിനെ വണ്ണാരക്കീര എന്നോ മറ്റോ ആണ് പറയുന്നത്. ഇതിനെ കീരയാ? എന്നാ കീര? ഇതിന്റെ ഗുണങ്ങളെക്കുറിച്ച് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഷുഗറിനും ഓർമ്മശക്തിക്കുമെല്ലാം പറ്റിയൊരു ഔഷധമാണ്. നാട്ടിൽ ഇതിനെ കുടങ്ങൽ എന്നൊക്കെയാണ് പറയാറ്. അതുപോലെ തന്നെ മുരിങ്ങയിലയും കച്ചവടത്തിനായി വെച്ചിരിക്കുന്നു. ഇതെല്ലാം ആരോഗ്യ ഗുണമുള്ള ആഹാര സാധനങ്ങൾ തന്നെ. അല്ലെങ്കിലും തമിഴ്നാട്ടിലെ പരമ്പരാഗതമായ ആഹാര രീതികളെല്ലാം തന്നെയും ആരോഗ്യത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. അതുപോലെ തന്നെ മാർക്കറ്റിൽ കണ്ട മറ്റൊരു കാഴ്ചയാണ് ആവശ്യത്തിൽ കൂടുതൽ ഡെക്കറേഷൻ ചെയ്തു വെച്ചിരിക്കുന്ന ഒരു റിക്ഷ. റിപ്പയറിംഗിന് വേണ്ടി വരുന്ന എല്ലാ ടൂളുകളും ഈ വണ്ടിയിൽ തന്നെയുണ്ട്. ഇതിന്റെ പണികളെല്ലാം സ്വന്തമായി തന്നെയാണ് ചെയ്യുന്നത്. സൂക്ഷിച്ചു നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഈ ഒരു വണ്ടിക്ക് 2 ഹാൻഡിലുകളാണ് ഉള്ളത്. ഒന്ന് സൈക്കിളിന്റെയും മറ്റൊന്ന് TVS 50യുടേതുമാണ്. ഒരു TVS 50യുടെ ഇഞ്ചിൻ ഒഴികെയുള്ള എല്ലാ ഭാഗങ്ങളും ഈ ഒരു റിക്ഷയിൽ ഘടിപ്പിച്ചിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്. സമയം ഏകദേശം 8 മണിയായി. രാവിലത്തെ ഭക്ഷണം കഴിക്കണം. തമിഴ്നാട്ടിലെ ജനങ്ങളുടെ പ്രഭാത ഭക്ഷണങ്ങളിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ് ഇഡ്ലിയും ദോശയും. മധുരയിൽ ഇഡ്ലിക്ക് പേരുകേട്ട ഒരു കടയുണ്ട്, മുരുകൻ ഇഡ്ലിക്കട. ഇന്നത്തെ പ്രഭാത ഭക്ഷണം അവിടെ നിന്നാണ്. വാഴയിലയിൽ 3 തരം ചട്നിയും സാമ്പാറും ചേർത്ത് കിട്ടുന്ന ഒരു സ്പെഷ്യൽ ഇഡ്ലി. നേരെ അങ്ങോട്ടേക്ക്. ആദ്യം അവരുടെ മസാല പുരട്ടിയ ഒരു സ്പെഷ്യൽ ഇഡ്ഡലി 2 എണ്ണം പറഞ്ഞു. ഞങ്ങളെ ഞെട്ടിച്ചുകൊണ്ടാണ് അപ്പോഴേക്കും സോജയുടെ ഓർഡർ. ചില്ലി ഗോബി ഉണ്ടോ? ശരി, ചട്നി പോലും. എനിക്ക് പൊരി, ഇവിടെ ഇഡ്ഡലി, സ്പെഷ്യൽ ഇഡ്ഡലി കൂടെ. ഇന്നാട്ടിൽ ഇഡ്ഡലിക്ക് ഫേമസ് ആയ കടയിൽ കയറി ചില്ലി ഗോപിയും പൂരിയുമാണ് ചോദിച്ചത്. അവസാനം പൂരിയും കിഴങ്ങുകറിയും കിട്ടി. ഉദ്ദേശിച്ചത് കിട്ടാതായപ്പോൾ മുഖമൊന്ന് ചെറുതായി വാടിയോ എന്നൊരു സംശയം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലിയായിരുന്നു. കൂടെ കിട്ടിയ ചട്നിയാണെങ്കിൽ അതിലും കേമം. ഭക്ഷണമെല്ലാം കഴിച്ച് ഇനി നേരെ ധനുഷ്കോടിയിലേക്കാണ് പോകുന്നത്. ഇവിടെ നിന്നും 195 കിലോമീറ്റർ. ഇവിടുന്ന് പോകുന്ന വഴിക്ക് മധുരയിലെ പൂ മാർക്കറ്റിൽ ഒന്ന് കയറണം. നേരെ പൂ മാർക്കറ്റിലെത്തി. പൂക്കൾക്ക് മാത്രമായുള്ള ഒരു മാർക്കറ്റ്. ജമന്തി പൂക്കൾക്ക് കിലോയ്ക്ക് 50 രൂപയാണ് വില. ഓണക്കാലത്ത് ഇവിടെ ഇത് കിലോയ്ക്ക് 100 രൂപയ്ക്ക് വിറ്റത്. റോസിന് കിലോയ്ക്ക് ഇപ്പോഴത്തെ വില 100 രൂപയാണ്. കുറച്ചുപേർ ഇവിടെ ഇരുന്ന് പൂക്കൾ കോർത്ത് മാലയാക്കുന്നു. മാലയാക്കുന്നതിന് ഇവിടെ പ്രത്യേകം ആളുകളാണ്. മാല കോർക്കുന്നതിന് കിലോയ്ക്ക് ഇത്ര രൂപ എന്നതാണ് കണക്ക്. എത്രയായിരിക്കും കൂലി എന്നറിയാൻ വേണ്ടി വെറുതെ ഒന്ന് ചോദിച്ചതാണ്. ഇത് വന്ന് நீங்க இங்க இருந்து கூலிக்கு கட்டுறீங்களா? கிலோவுக்கு எத்தனை ரூபா அப்படின்னு? கிலோவுக்கு எவ்வளவு கிடைக்கும் உங்களுக்கு? 150 ரூபா. இது கட்டி முடிச்சு கொடுத்தா. இப்போ டெய்லி இங்க வந்து கட்டுவீங்களா? ஆமா, டெய்லி. எத்தனை கிலோ கட்டுவீங்க? ஒரு நாளைக்கு 2 கிலோ. 2 கிலோ 300 ரூபா தான் கிடைக்கும். 300 ரூபா, 150 ரூபா தான் ஒரு கிலோவுக்கு. எவ்வளவு நேரம் வேலை பண்ணுவீங்க? காலையில 9 மணிக்கு வருவோம், சாயந்தரம் 4-5 மணிக்கு. രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ ജോലി ചെയ്താൽ 2 കിലോ വരെ മാല കെട്ടിത്തീർക്കും. ഒരു കിലോയ്ക്ക് 150 രൂപയാണ് കിട്ടുന്നത്. അങ്ങനെ വരുമ്പോൾ ഒരു ദിവസത്തെ വരുമാനം 300 രൂപ. അങ്ങനെ പൂ മാർക്കറ്റിലെ കാഴ്ചകളൊക്കെ കണ്ട് പുറത്തിറങ്ങിയപ്പോഴേക്കും സമയം 4 മണിയായി. ഇനി ഓടിയെത്തേണ്ടത് 195 കിലോമീറ്റർ ആണ്. എന്തായാലും അവിടെ എത്തുമ്പോഴേക്കും വൈകുമെന്ന് മനസ്സിലായി. ഏകദേശം 120 കിലോമീറ്ററോളം യാത്ര ചെയ്തപ്പോൾ തന്നെ സമയം 11:28 ഇനി 74 കിലോമീറ്റർ കൂടിയുണ്ട്. എന്തായാലും തൊട്ടടുത്ത ടൗണിൽ നിർത്തി റൂം എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ രാമനാഥപുരം എത്തിയപ്പോഴേക്കും ഒരു റൂം എടുത്തു. തരക്കേടില്ലാത്ത ഒരു റൂമായിരുന്നു. 2200 രൂപയാണ് റൂമിന്. ഇത്രയും നല്ല റൂം രാമേശ്വരത്തായിരുന്നെങ്കിൽ ഇതിൽ കൂടുതലായേനെ. എന്തായാലും നാളെ രാവിലെ സ്വല്പം നേരത്തെ തന്നെ യാത്രകൾ ആരംഭിക്കണം.